നമ്മളിതിപ്പോഴും ബസ്സിൽ തന്നെയാണ്. ഞാനിപ്പോൾ ഋഷികേശ് എത്തിയത്. ഋഷികേശിൽ ഇറങ്ങിയിട്ട് ചായ കുടിക്കണം. പുലർച്ചെ 2 മണി നേരമായിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ചായ കേട്ടോ ഈ ഹിൽ ഏരിയാസിലുള്ളത്. അപ്പോൾ ബാത്റൂമിലൊക്കെ പോകാൻ വല്ലതും നടക്കുമെങ്കിൽ ഇവിടെ അത്യാവശ്യം 10 രൂപ കൊടുത്താൽ നല്ല ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ വയറ്റിൽ നല്ല ഗ്യാസാണ് ആ ബസ്സിലിരുന്നിട്ട്. അങ്ങനൊരു ചെറിയ ചായ കുടിച്ച് മൊത്തം ഒന്ന് കറങ്ങി. ഇപ്പം നൈറ്റ് ബസ്സുകൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എല്ലാം ഗവൺമെൻറ് തന്നെയാണ്. അടുത്ത് ശ്രീനഗർ എത്തിയിട്ടാണ് ഗഡ്വാൾ മേലെ ശ്രീനഗർ കേട്ടോ. അത് നല്ല ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. അവിടെ ഒരു ചായയൊക്കെ കുടിച്ച് അപ്പോഴേക്കും ബാക്കിലെ പിള്ളേർ പോയപ്പോൾ ബാക്ക് സീറ്റ് കിട്ടി. 14 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഗോപേശ്വർ എത്തി. ഇവിടെ നിന്ന് ഇനി ജീപ്പിൽ കയറിയിട്ട് സാഗർ വില്ലേജ് സ്ഥലത്തേക്ക് വേണം. ആണ്ടില്ല ജീപ്പിൽ ഞങ്ങൾ 10-12 പേര് കുത്തി നിറച്ച് പോകുന്നുണ്ട്. ഗോപേശ്വറിൻ്റെ 4 കിലോമീറ്റർ ഇവിടെയാണ് രുദ്രാനദിക്കുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ. ഗോപേശ്വർ അപ്പുറത്ത് 2-3 അമ്മായിമാരിയ്ക്കുന്നത്. അതാ സീനറി, പുറത്തുള്ള സീനറി കണ്ടോ. ജീപ്പ് ഏകദേശം നമ്മുടെ സാഗർ വില്ലേജ് എത്താറായി.